They were all dead. The final gunshot was an exclamation mark to everything that had led to this point. I released my finger from the trigger, and then it was over. തോക്ക്, വില കൂടിയ കാറ്, വെടിവെപ്പ്, ഇതൊക്കെ തന്നെയല്ലേ? ചേട്ടാ എത്ര പ്രാവശ്യത്തിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഈ ജാതി നോവലൊന്നും വായിച്ചു കിടക്കരുത്? അതെങ്ങനെയാ? അതിന് നിന്റെ ഡാഡിയെ പറഞ്ഞാ പോരെ? അങ്ങേരല്ലേ നിന്നോട് പറഞ്ഞത് വെറൈറ്റി കോസ്റ്റ്യൂം മോനെ, വെറൈറ്റി കോസ്റ്റ്യൂം മോനെ എന്ന് പറഞ്ഞത്. എന്നിട്ട് അതും കേട്ട് ഭൂലോകത്തിൽ ആരും പോവാത്ത ക്രിമിനോളജി പഠിക്കാൻ പോയിരിക്കുന്നു, ഡിറ്റക്റ്റീവ് ആവാൻ. എടാ നിങ്ങൾക്കെല്ലാവർക്കും ബിടെക്കിനോട് പുച്ഛായിരുന്നില്ലടാ. ഇപ്പൊ എന്തായടാ മാസം മാസം ശമ്പളം കിട്ടുന്നത്? ബിടെക് പഠിച്ച എനിക്ക് മാത്രം. ഈ മാസം കൂടി ചേർത്ത 3 മാസമായി നിങ്ങൾക്ക് ശമ്പളം കിട്ടിയിട്ട്. നീ അധികമൊന്നും പറയണ്ട. നിന്നെ പോലെ ബിടെക് പഠിച്ചല്ലേ ജസ്റ്റിൻ? ഇപ്പൊ ഒരു പണിയില്ലാണ്ട് സപ്ലൈ അടിച്ച് വീട്ടിലൂത്തിരിക്കുക. നീ കോപ്പടിച്ച് പാസ്സായല്ലടാ. എടാ നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ വീടെന്റെ ദുബായുടെ അങ്ങളിലേന്ന് വാങ്ങിക്കുമ്പോ 50-50 ഷെയർ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. കഴിഞ്ഞ 4 മാസമായിട്ട് നീ അതിന്റെ ഷെയർ തന്നിട്ടുണ്ടോടാ? ഇതുപോലെ ടിവിയും ഫ്രിഡ്ജും ഫർണിച്ചറും ഒക്കെയുള്ള സെറ്റപ്പ് വേറെ എവിടെ കിട്ടൂടാ? അതുകൊണ്ട് ഇന്ന് തന്നെ നിന്റെ ബോസിന്റെ ഇത് കിട്ടാനുള്ളതൊക്കെ വാങ്ങിച്ചിട്ട് നീ വന്നാ മതി. എടാ ഞാനെന്ത് ചെയ്യാനാ? നല്ലൊരു കേസ് കിട്ടണ്ടേ എന്നോട് ഡിറ്റക്റ്റീവ് ഏജൻസിക്ക്? സാരല്ല. എടാ താടി വെച്ച നീ ഒരു കൊച്ചു നിവിൻ പോളിയാണെന്നൊരു വിചാരമുണ്ട്. അതാണ് ആദ്യം മാറ്റേണ്ടത്. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ കഴിഞ്ഞ 3 മാസമായിട്ട് ഞാൻ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യം? ഇത് ഫിനിഷ് ആയി കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു കൊച്ചു ബിൽഗേറ്റ്സ് ആണ് എൻ്റെ മോനെ. എന്തായാലും സംസാരിച്ച് നിൽക്കാൻ ടൈമില്ല. ഈവനിങ് ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും. ഫർസാനായിട്ട് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് മോനെ. അപ്പൊ ബൈ. ലൈഫിലെ നല്ല നാളുകൾ കഴിഞ്ഞു പോയെന്നൊരു തോന്നൽ, പറയാനും ഓർത്തിരിക്കാനും പഴയ കുറേ നല്ല നിമിഷങ്ങൾ, ഫ്രണ്ട്സായി അടിച്ചു പൊളിച്ച് നടന്ന നാളുകൾ, പ്രേമിച്ച് നടന്ന നാളുകൾ. കാതറിൻ
ഐ എം ഇൻ ലവ് വിത്ത് യു. ഹോസ്റ്റലിലെ ജീവിതം. പരീക്ഷ എങ്ങനെയാടാ? ഒരു വരവ് കൂടി വരേണ്ടി വരും. വീട്ടിൽ നിന്നുമുള്ള സപ്പോർട്ട് കുറഞ്ഞു തുടങ്ങി. അല്ലെങ്കിലും ഒരു പ്രായം കഴിഞ്ഞാൽ വീട്ടുകാരെന്ത് ചെയ്യാനാ? പഠിച്ചിറങ്ങിയാൽ പിന്നെ നമ്മുടെ ജീവിതം നമ്മളിൽ തന്നെയല്ലേ. ക്രിമിനോളജി പഠിച്ചിറങ്ങി. ഗവൺമെൻറ്റിൽ കയറണമെന്നായിരുന്നു. CBI CID ഒന്നും സെറ്റായില്ല. അപ്പോഴും ഇപ്പോഴും കൂടെ ഉണ്ടായത് ദൈവമായിരുന്നു. ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് ഞാൻ മുന്നോട്ട് നീങ്ങുകയും ചെയ്തു. ഒപ്പം നിൽക്കാൻ അന്നേരം കുറച്ച് ദൈവതുല്യമായ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. Govin. Yes, Frank. How's it going? വലിയ സുഖമൊന്നും സാറേ. What happened? സാർ പറയുന്നത് വിഷമം തോന്നരുത്. സാലറി കിട്ടാണ്ട് ഇവിടെ വർക്ക് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. Yes, Frank. I can understand. നമ്മുടെ ഡിറ്റക്റ്റീവ് ഏജൻസി അതിൻ്റെ ആരംഭത്തിൽ ഇറ്റ് വാസ് നമ്പർ 1 ഇൻ ദി സ്റ്റേറ്റ്. ബട്ട് ഇപ്പോൾ നമുക്ക് കല്യാണ കേസുകൾ മാത്രമേ കിട്ടുന്നുള്ളൂ. അതിന് നമുക്ക് ചെറിയ പേയ്മെൻ്റ് ആണ് കിട്ടുന്നത്. ബട്ട് സാർ, കഴിഞ്ഞ ദിവസം ഒരു കേസ് കിട്ടിയിരുന്നു. ഫ്രാങ്കിന് ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെക്ക് ചെയ്തില്ലേ? ഫ്രാങ്കിൻ്റെ ടാലൻറ്റ് വെച്ച് ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ ഈ ക്ലയൻറ്റ് നമുക്ക് എത്ര എമൗണ്ട് വേണമെങ്കിൽ തരും. ഇവിടെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ദേവ, നീ അന്നൊരു പെണ്ണിൻ്റെ ഫോട്ടോ കാണിച്ചു തരാന്ന് പറഞ്ഞില്ലേ? അത് കാണിച്ചിട്ടില്ലേ? ഓ, അത് ഫർസാനാന്ന് പറഞ്ഞ ഫോൾഡറിക്കാനോടാ. ഇതന്നെയല്ലേ? ആ, എങ്ങനെയുണ്ടാ ഫോട്ടോ? സെറ്റപ്പ് ഉണ്ട്. ഇതെന്തിട്ടാ? ആ, ഇത് ഞാൻ ഡെവലപ്പ് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയറാണ്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല? ആ സർ, ഒരു 5 ഡേയ്സിനുള്ള ഡീറ്റെയിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ എന്തായാലും സർ. All the best. എന്തെത്ര നേരത്തെ? ഫർസന ഷോപ്പിന് പോയില്ലേ? അവളും ഒന്നല്ലടാ, നാളെ പോന്നു. ഇത് ഏതേയും അതവൻ. ഫർസനെ കുറിച്ച് ഇതൊക്കെ എന്താ അറിയാ? നീ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായി. അത് അവളുടെ കസിനാടാ, എനിക്കറിയാവനെ. പക്ഷെ അവരുടെ പെരുമാറ്റം കണ്ട കസിൻസിനെ പോലെ ഒന്നും ഇല്ലല്ലോ. നീയല്ലേ വലിയ ഡിറ്റക്റ്റീവ്, നീ പോയി അന്വേഷിക്കേ. എനിക്ക് സമയമില്ല, ഞാൻ ജിമ്മിന് പോകണം.
ആ പറയടാ ഫ്രാങ്ക. നിന്റെ നോപ്പുങ്കാൻ്റെ നമ്പർ ഉണ്ടോ? എടാ ഞാനേ ഇപ്പൊ ഫോൺ മാറ്റി. നീ ഏതായാലും നമ്മുടെ ബ്ലേഡിനോടും കൂടി ഒന്ന് ചോദിച്ചു നോക്ക്. അവൻ്റെ നമ്പറൊന്നും എൻ്റെ കയ്യിലില്ല. അവന് പെട്രോൾ പമ്പ് കത്തിയോട് കൂടി അവൻ്റെ ഒരു വിവരമില്ല. നിന്റെ നോപ്പുങ്കാൻ്റെ നമ്പർ ഉണ്ടോ? എടാ എൻ്റെ കയ്യിലില്ലടാ. നീ ഒരു കാര്യം ചെയ്യ്, ഫാസിൽ നിന്ന് വിളിച്ചു. ഡീസൽ 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 പെട്രോൾ പെട്രോൾ. ഹലോ, നോപ്പ് കമ്പയറിലല്ലേ? യെസ് ഫ്രാങ്ക്, പറയൂ. എത്ര നാളായി കണ്ടിട്ട്? ഒരു കോണ്ടാക്റ്റും ഇല്ലല്ലോ. എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം. പറയൂ ഫ്രാങ്ക്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാനേ 2 നമ്പർ തരാം. അവർ തമ്മിലുള്ള കോൺവെർസേഷൻ ഒന്ന് ടാപ്പ് ചെയ്യണം. ക്യാഷ് ഒക്കെ നമുക്ക് സെറ്റ് ആക്കാടാ. നീ നമ്പർ നോട്ട് ചെയ്യ്. ഹലോ ദേവ്, നീ എവിടെ? കേക്കില്ല. എവിടെ എവിടെ എവിടെ? ഡ്യൂടെ ജസ്റ്റിനെ നീയാ? എനിക്കാണ് വീട്ടിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ വന്നാണ്. യെസ് കണ്ടില്ലല്ലോ. വണ്ടി ബ്രേക്ക് ഡൗൺ ആടാ. ഇന്നലെ ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു. ദേവനെ എവിടാ? മുകളിലുണ്ട്. നീ എന്താ ഫോൺ എടുക്കാത്ത? ഞാൻ ഇന്നലെ കുറേ വിളിച്ചല്ലോ നിന്നെ. നല്ല തലവേദനയായിരുന്നുടാ. ഇന്നലെ ഞാൻ നേരത്തെ കിടന്നു. ഫോൺ സൈലന്റിലായിരുന്നു. എനിക്ക് നിന്നോട് കാര്യം പറയാനുണ്ട്. എന്താടാ? ഫർസാനയുടെ കാര്യം ഞാൻ പറഞ്ഞു തരണേ. ഇന്നലെ അവളുടെയും ഫൈസലിയും ഫോൺ കോൺവെർസേഷൻ ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നീ എന്താ പറഞ്ഞു വരുന്നു? അവരെ സോഴ്സ് കോഡാ അങ്ങനെ എന്തൊക്കെയോ പറയണ്ടായിരുന്നു. പിന്നെ കൂടുതൽ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായ ഗോഡ് ഫ്രണ്ട് എന്നെന്തോ പറഞ്ഞു തോന്നുന്നുണ്ട്. ഞാൻ നിന്റെ ആപ്പിന്റെ കാര്യം എങ്ങനാണോ തോന്നുന്നുണ്ട്. ഏയ്, നീ എന്താ ആലോചിക്കണേ? ഇന്നലെ എന്തോ സിനിമ കോപ്പി ചെയ്യാനാന്ന് പറഞ്ഞ അവളെൻ്റെ ലാപ്ടോപ്പ് എടുത്തോണ്ട് പോയി. അതിലാണ് എൻ്റെ ഗോഡ് ഫ്രണ്ടിൻ്റെ പ്രൊജക്ട് ഫയൽസ് ഒക്കെ കിടക്കുന്നത്. അപ്പോൾ നീ ഉറപ്പിച്ചോ ആ ലാപ്ടോപ്പ് ഇപ്പോൾ ഫൈസലേ ഉള്ളൂ? ഏയ്, അവള് തുറക്കം ഒരു വഴിയില്ല. അത് പാസ്വേഡ് ലോക്ക്ഡൗൺ. അതാണ് അവളുടെ കുറേ മിസ് കോൾ ഞാൻ കണ്ടത്. അത് ചോദിച്ചു വിളിച്ചതാവും. ഫർസാനാണല്ലോടാ. ഹലോ ദേവേട്ടാ, എവിടെയായിരുന്നു ഇത്ര നേരം? ഇന്നലെ തൊട്ട് ഞാൻ ട്രൈ ചെയ്യാണ്. ഞാൻ ഉറങ്ങായിരുന്നേ, പെട്ടെന്ന് ഫോൺ ശ്രദ്ധിച്ചില്ല. ഈ ലാപ്പിന്റെ പാസ്വേഡ് പറ. ഇത് തുറക്കാൻ പറ്റുന്നില്ല. അതിന് എന്തോന്നാടി? ശരി, ഞാൻ പിന്നെ വിളിക്കാം. നീ ഇപ്പോൾ എവിടെയാ? ഞാനിപ്പോ വീട്ടിലാ. ദേ അവർ തമ്മിലുള്ള കോൺവെർസേഷൻ കോളാ, കേൾക്കണ? ഹലോ ഫൈസൽ, നീ എവിടെയാണ്? പാസ്വേഡ് കിട്ടി. തീരുമാനങ്ങൾ ഇത്രയും പെട്ടെന്ന് വേണം. കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന മട്ടാണ്. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതാണ് പറ്റിയ ടൈം. നീ ഇപ്പം എന്തായാലും ലാപ്ടോപ്പായിട്ട് ചിക്കറ്റിലിരിക്കും. ശരി, ഞാൻ ഇപ്പോൾ വരാം. ഗോഡ് ഫ്രണ്ട് ലോകത്തിൽ അറിയാൻ പോകുന്നത് നമ്മളോടെ ആയിരിക്കും. ആൻഡ് വി ആർ ഗോണ ബി റിച്ച്. എന്നാ പിന്നെ പോവല്ലേ? ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാം. വീട് പോയിട്ടുണ്ടല്ലോ, നീ ഇവിടെ ഉണ്ടാവില്ലേ? ഐസിന് മലയാളത്തിലുണ്ട്. അണെ കണ്ടിട്ട് പോവാം. ഞാൻ എവിടെ പോകണില്ല. എവിടെ ഉണ്ടാവും? കൊല്ലാൻ പോവാണോ? അതിന് മുകളിൽ
ദിസ് ഇസ് മൈ കസിൻ ഫൈസൽ. നീ എവിടെയായിരുന്നു പറഞ്ഞു? ഇത് നമുക്കിടയിൽ ഒതുങ്ങിയാ പോരെ? നീ അധികമൊന്നും പറയണ്ട. So my part is over. പോടാ. സ്വന്തം ഗേൾഫ്രണ്ട് മറ്റൊരുത്തിൻ്റെ കൂടെ പോയാൽ അവളോട് പ്രതികാരം ചെയ്യാൻ പോകരുത്. അവൾ അവൻ്റെ കൂടെയുണ്ടല്ലോ, അതാണ് അവളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ പ്രതികാരം. ഓക്കെ, അത് മതി. എനിവേസ്, താങ്ക് യു. ടെക് ഗ്രൗണ്ടിലൊക്കെ എല്ലാ പേപ്പറിലും നിന്റെ ഫോട്ടോ യൂസ് ചെയ്യും. നമ്മുടെ ഫ്രണ്ട്സിൽ നീ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, ഫ്രാങ്ക് ഇപ്പോൾ എവിടെയാ? സാർ ഞാൻ ബീച്ചിലാണ്. എനിവേ അവിടെ 6 o'clock വരുന്നുള്ളൂ. പുതിയ കേസിൻ്റെ എന്തെങ്കിലും തുമ്പ് കിട്ടാതിരിക്കില്ല. ആ പെൺകുട്ടിയുടെ കേസിൽ ഫ്രാങ്ക് തന്ന ഇൻഫർമേഷൻ ധാരാളമാണ്. ക്ലയൻറ്റ് സാറ്റിസ്ഫൈഡ് ആണ്. ക്ലയൻറ്റ് നമ്മൾ പറഞ്ഞ മൊത്തം എമൗണ്ടും അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഫ്രാങ്കിൻ്റെ ഈ മാസത്തെ ഉൾപ്പെടെ 4 മാസത്തെ ശമ്പളവും ഞാൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സാർ. സാർ, എനിക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഈ ഫർസാനയുടെ കേസ് ആരാ നമ്മുടെ ഏജൻസിക്ക് സബ്മിറ്റ് ചെയ്തത്? ആരാ ക്ലയൻറ്റ്? ഇല്ല ഫ്രാങ്ക്, താൻ ഇവിടുത്തെ എംപ്ലോയി മാത്രമാണ്. ഇത്തരം കാര്യങ്ങൾ തന്നോട് റിവീൽ ചെയ്യാൻ പറ്റുകയില്ല. സാർ പ്ലീസ്, ജസ്റ്റ് ഒന്ന് അറിയാനാ, പേര് മാത്രം പറഞ്ഞാൽ മതി. കൂടുതലൊന്നും ചോദിക്കരുത്. ഡോൺ മാത്യു എന്ന ആളാണ് ക്ലയൻറ്റ്. നീ എന്താ ഡോൺ മാറ്റിനെ കുറിച്ചാണോ ആലോചിക്കുന്നത്? എന്ത്? നിനക്കെന്നെ മനസ്സിലായി? ഡോൺ മാറ്റിനെ കുറിച്ച് നീ ഇനി ആലോചിക്കണ്ട. അങ്ങനെ ഒരാളില്ല. ഫർസാനെ കുറിച്ച് എനിക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് നിന്റെ ഡിറ്റക്റ്റീവ് ഏജൻസിയിൽ ഒരു കേസ് സബ്മിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അത് നിനക്ക് തന്നെ വന്നു ചേരുന്നു ഞാൻ വിചാരിച്ചില്ല. അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന സംശയം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് ഇത്ര വലിയ വഴിത്തിരി പോകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പക്ഷേടാ, എനിക്ക് എന്നോട് പറയായിരുന്നു. സോറിടാ, ആ കേസ് വിടും. ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളത്. ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാടാ, സ്വന്തം കൂട്ടുകാരോട് പോലും ചിലപ്പോൾ പറയാൻ പറ്റുന്നതില്ല. ഇനിയിപ്പോൾ എന്താ പ്ലാൻ? $4 മില്യൺ, അതായത് ഏകദേശം 24 കോടി രൂപയ്ക്കാണ് അവർ പാറ്റന്റ് ചോദിച്ചത്. അമ്പ, അത് മാസമായല്ലോ. എന്ത് തന്നെയായാലും നെക്സ്റ്റ് വീക്ക് അറിയാം. അവരെത്ര റേറ്റിന് ഗോഡ് ഫ്രണ്ട് വാങ്ങിച്ചാലും അതിൻ്റെ 20% നിനക്കാ. എനിക്ക് നിനക്കെന്താ പ്രാന്താ? നമ്മൾ ഫ്രണ്ട്സൊക്കെ തന്നെയാ, പക്ഷെ ഇതിനൊന്നും ആവശ്യമില്ല. ഗോഡ് ഫ്രണ്ട് നിന്റെ മാത്ര, അതിലൊരു പങ്കും ഞാൻ വഹിച്ചണ്ട. പിന്നെന്താ എനിക്ക്? നീങ്ങൊന്നേ പറയട്ടെ. ഗോഡ് ഫ്രണ്ട് അഥവാ ദൈവ സുഹൃത്ത്, സത്യത്തിൽ നീ അല്ലടത്. നീ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന പത്രത്തിൽ ഫർസാനയുടെ ഫൈസലിൻ്റെ വാർത്തയല്ലേ വരാം. അപ്പം ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? എന്തായാലും എൻ്റെ തീരുമാനത്തിൽ മാറ്റില്ല. അതൊക്കെ പോട്ടെ, എന്തായി നിന്റെ കാതറിൻ? ആ, നല്ല ഫ്രണ്ട്സ് ആക്കാം. അതിനെപ്പുറമൊന്നും തയ്യാറില്ല. ഭാഗ്യല്ലടാ. ആർക്ക്? അവൾക്ക്, അല്ലാതെ ആർക്ക്? എന്താ, ഞാനിപ്പോൾ വരാം. എനിക്കൊരു കോൾ വരും.
ചില പെമ്പിളർ അങ്ങനെയാണ്. സ്വന്തം ഫാമിലി, സൊസൈറ്റി ഇത് രണ്ടും മറന്ന് ഒന്നും ചെയ്യില്ല. ആൻഡ് ദേ ആർ ദ ഗുഡ് വൺസ്.